നമ്മളീ പോകുന്ന റൂട്ടിൽ ബാറുകളുണ്ട്, ഹോട്ടലുകളുണ്ട്, ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെ പോവുകയാണ്. കുറച്ച് ദൂരം നിന്ന് കഴിയുമ്പോൾ ആന വെള്ളത്തിലിറങ്ങും. നമസ്കാരം. തായ്ലൻഡിലെ ഡാം നെൻ സദൂക്ക് എന്ന സ്ഥലത്തെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ഡാം നുൻ സദുവാക് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നുമാണ് നമ്മൾ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ആളുകൾ ടിക്കറ്റ് എടുക്കുന്നതിനും ബോട്ടിൽ കയറുന്നതിനുമായൊക്കെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഞാനും ടിക്കറ്റ് എടുത്തു. ഇതിനോടൊപ്പമുള്ള ഒരു ആന സവാരിയും ചേർത്ത് 4000 ബാത്താണ് ടിക്കറ്റ് ചാർജായി വന്നത്. 4000 തായ് ബാത്ത് എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപ 9000-ന് മുകളിൽ വരും. ഇവിടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെ ബോട്ട് യാത്രയ്ക്കുള്ള ടിക്കറ്റ് എടുക്കുന്നതിനോടൊപ്പം ചില ആക്ടിവിറ്റീസുകൾ കൂടി നമുക്ക് അതിൽ ആഡ് ചെയ്യാം. അതിനെല്ലാം പ്രത്യേകം ഫീസും നൽകണം. ആന സവാരി, എലിഫന്റ് ഷോ, ക്രോക്കഡൈൽ ഷോ, സ്നേക്ക് ഷോ, മങ്കി ഷോ തുടങ്ങിയവയാണ് ബോട്ടിങ്ങിന് പുറമെ നമുക്ക് ആഡ് ചെയ്യാവുന്ന ആക്ടിവിറ്റീസ്. വലിയ എഞ്ചിനൊക്കെ ഘടിപ്പിച്ച ബോട്ടുകൾ വന്ന് ആളുകളുമായി പോകുന്നുണ്ട്. വലിയൊരു തോട് പോലെ തോന്നിക്കുന്ന ഏരിയയിലൂടെയാണ് ബോട്ട് പോകുന്നത്. എനിക്കുള്ള ബോട്ടും വന്നിട്ടുണ്ട്. ഞാൻ അതിലോട്ട് കയറുക. അങ്ങനെ ബോട്ടിൽ കയറി യാത്ര തുടങ്ങി. നമ്മുടെ ആലപ്പുഴയിലെ കായൽ കൈവഴികളിലൂടെ ഒരു തോണിയാത്ര നടത്തുന്ന ഫീലുണ്ട് ഇങ്ങനെ ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ. തോടിന് ഇരുവശങ്ങളിലും തെങ്ങും വാഴയും ഒക്കെയുള്ള കൃഷിയിടങ്ങളാണ്. നല്ല രസമാണ് ഇവിടുത്തെ ഈ തെങ്ങിൻ തോപ്പിൻ്റെ ഇടയ്ക്കൂടെയുള്ള ഈ ബോട്ടിലുള്ള യാത്ര. തെങ്ങ് മാത്രമല്ല, മാവും വാഴയും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു കടയുടെ അരികിലേക്കെത്തി. ബോട്ടിലൂടെയുള്ള യാത്രയും ഇടയ്ക്ക് കാണുന്ന ഇതുപോലുള്ള കച്ചവട കേന്ദ്രങ്ങളുമാണ് ഇത്തരം ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളുടെ പ്രത്യേകത. കരകൗശല വസ്തുക്കളും തൊപ്പികളും വസ്ത്രങ്ങളുമൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കച്ചവട സാധനങ്ങൾ. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ വശങ്ങളിലെ കടകളാണ് കാഴ്ച. പെയിൻറ്റിങ്ങുകളും മരപാത്രങ്ങളുമൊക്കെ വിൽക്കുന്ന കടകൾ, ഇടയ്ക്കെല്ലാം ബിയർ വിൽക്കുന്ന കടകളും ഇവിടെ കാണാം. ഇങ്ങനെയുള്ള മാർക്കറ്റുകളിൽ ബിയർ വിൽക്കുന്നത് നമുക്കൊക്കെ അമ്പരപ്പ് തോന്നിക്കുന്ന ഒരു കാഴ്ചയാണ്. പണ്ട് നദികളോട് ചേർന്നാണല്ലോ ആളുകൾ താമസിച്ചിരുന്നത്. സ്വാഭാവികമായും അന്നത്തെ ഗതാഗത മാർഗവും വെള്ളത്തിലൂടെ തന്നെയായിരുന്നു. അങ്ങനെ വെള്ളത്തിലൂടെ ചെറു തോണികളിലും മറ്റും സാധനങ്ങൾ വിൽക്കാൻ തുടങ്ങിയതോടെയാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ ആരംഭിക്കുന്നത്. മ്യാൻമാർ, തായ്ലൻഡ്, ഇന്തോനേഷ്യ, വിയറ്റ്നാം, ശ്രീലങ്ക, ബംഗ്ലാദേശ്, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് പ്രധാനമായും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ കണ്ടുവരുന്നത്. ഇന്ത്യയിലെ കാശ്മീരിലുള്ള ദാൽ തടാകത്തിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. നമ്മളീ പോകുന്ന റൂട്ടിൽ ബാറുകളുണ്ട്, ഹോട്ടലുകളുണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് വിൽക്കുന്ന കടകളുണ്ട്. ഇന്ന് ഇവിടങ്ങളിലൊക്കെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി കൂടിയാണ്. തായ്ലൻഡിലെ ഇത്തരം മാർക്കറ്റുകളെയൊക്കെ ഭരണത്തിലിരിക്കുന്നവർ കാര്യമായി പിന്തുണയ്ക്കുന്നുണ്ട്. അതിന് കാരണം ടൂറിസത്തിൽ ഇവയുണ്ടാക്കുന്ന സ്വാധീനം തന്നെ. കനാലിലൂടെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ശരിക്കും കേരളത്തിലെ ഒരു തോടിലൂടെ യാത്ര ചെയ്യുന്ന ഫീലാണ് നമുക്ക് കിട്ടുക. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ പറമ്പ് പോലെ തോന്നിക്കുന്ന സ്ഥലങ്ങളാണ് മിക്കതും. ഡാം നുൻ സദുവാക് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് തായ്ലൻഡിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിന് 100 കിലോമീറ്റർ അകലെയായുള്ള ഡാം നുൻ സദുക് ജില്ലയിലാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. 1866 കാലഘട്ടത്തിൽ അന്നത്തെ രാജാവായിരുന്ന കിങ് രാമ 4-ന്റെ നിർദ്ദേശപ്രകാരം മെക്ലോങ് നദിയും തായ്ചിൻ നദിയും ബന്ധിപ്പിച്ചുകൊണ്ട് 32 കിലോമീറ്റർ ദൂരത്തിൽ ഒരു കനാൽ നിർമ്മിച്ചു. കനാലിനോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾ പിന്നീട് കനാലിലൂടെ സഞ്ചരിച്ചുകൊണ്ട് തോണിയിൽ സാധനങ്ങൾ വിൽക്കുവാൻ ആരംഭിച്ചു. അങ്ങനെയാണ് ഈ കനാലിലും ഇതുപോലുള്ള മറ്റു ജലാശയങ്ങളിലും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ സജീവമാകാൻ തുടങ്ങിയത്. കാലങ്ങൾക്ക് ശേഷം തായ്ലൻഡിൽ സംഭവിച്ച മാറ്റങ്ങൾക്കനുസരിച്ച് ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളുടെ വലിപ്പത്തിലും മറ്റും പല മാറ്റങ്ങളും വന്നു. ഇവിടെ കച്ചവടക്കാർ ടൂറിസ്റ്റുകളെയും കാത്തിരിപ്പാണ്. പെയിൻറ്റിങ്ങുകൾ, തൊപ്പി, വസ്ത്രങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെയാണ് കൂടുതലായും വിൽപ്പനയ്ക്കായി വച്ചിരിക്കുന്നത്. ഇവിടെ ഒരു സ്ത്രീ ബോട്ടിൽ സാധനങ്ങൾ വിൽക്കാൻ ഇരിക്കുകയാണ്.
ഈ കടയിൽ ഡെസേർട്ടുകളാണ് വിൽപ്പനയ്ക്കുള്ളത്. കടയ്ക്ക് മുന്നിലായി മാമ്പഴവും ചില്ലുകൂട്ടിൽ പൈനാപ്പിളും കാണാം. കടയ്ക്ക് മുന്നിലൂടെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ പോകുമ്പോൾ ഒരു സൈഡിൽ ഇതുപോലെ കടകളൊക്കെ ആണെങ്കിൽ മറു സൈഡിൽ ഇതുപോലെ നല്ല തെങ്ങിൻ തോപ്പുണ്ടാവും. അതുപോലെ തന്നെ മാവിൻ്റെ തോപ്പ് കാണാറുണ്ട്. വലിയൊരു തെങ്ങിൻ തോപ്പിന് സൈഡിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലയിടത്തൊക്കെ ടൂറിസ്റ്റുകൾ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. തുണിത്തരങ്ങളും കരകൗശല വസ്തുക്കളും ബിയറും ഒന്നും കൂടാതെ മറ്റു ചില ലഹരി വസ്തുക്കളും ഇവിടെ വിൽക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയി ബോട്ട് ഒരു കെട്ടിടത്തിനോട് അടുപ്പിച്ചു. ഇതും മറ്റൊരു കച്ചവട കേന്ദ്രമാണ്. മറ്റു ഷോപ്പുകളെക്കാളും അല്പം വലുതാണെന്ന് മാത്രം. ഇവിടെയും വസ്ത്രങ്ങളടക്കമുള്ള നിരവധി സാധനങ്ങൾ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യപ്പെട്ടില്ലെങ്കിലും ബോട്ടുകാരൻ ഈ കെട്ടിടത്തോട് ചേർന്ന് ബോട്ട് നിർത്തും. ഇനി എനിക്ക് ബോട്ടിൽ കയറണമെങ്കിൽ ഇതിലൂടെ മറുവശത്ത് പോകണം. ഇവിടെ കച്ചവടം നന്നാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിൽ വലിയ കുറ്റമൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം ഇവിടുത്തെ സാധാരണ ജനങ്ങൾ പലതരത്തിലുള്ള കച്ചവടങ്ങൾ നടത്തിയാണല്ലോ ജീവിക്കുന്നത്. ഇവിടെ 2 പേർ തേങ്ങയിൽ മധുരമൊക്കെ ചേർത്ത് ഒരു പലഹാരം ഉണ്ടാക്കുകയാണ്. ഇതിങ്ങനെ തുണിയിൽ വെച്ചുണ്ടാക്കി പാക്കറ്റുകളിലാക്കി വിൽക്കും. കോക്കനട്ട് നെക്ടറാണ് ഇവിടെ വിൽക്കുന്നത്. തെങ്ങിൻ പൂക്കലയിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു മധുര പാനീയമാണിത്. വാട്ട് ഈസ് ദിസ്? coconut nectar. ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നീര പോലൊരു സാധനമാണിത്. ആ കാഴ്ചകൾ കണ്ട് വീണ്ടും ബോട്ടിലേക്ക് കയറി. നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ ഇവിടെ തെങ്ങുകൾ ധാരാളം ഉള്ളതിനാൽ തെങ്ങിൽ നിന്നും എടുക്കുന്ന വസ്തുക്കൾ വെച്ചുണ്ടാക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ വിൽക്കുന്നുണ്ട്. അങ്ങനെ ഏറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഈ ഭാഗമാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ പ്രധാന ഏരിയ. ഇവിടെ കനാൽ അല്പം കൂടി വിശാലമാണ്. കൂടാതെ ഷോപ്പുകളും ആളുകളുമൊക്കെ ഒരുപാടുണ്ട്. ഇവിടെ തോണിയിൽ ധാരാളം ഫുഡ് ഐറ്റംസ് വിൽക്കുന്നവരുണ്ട്. ഗ്രിൽ ചെയ്ത വിഭവങ്ങളും തായ് വിഭവങ്ങളുമാണ് ഏറെയും. അതുകൂടാതെ കരയോട് ചേർന്നുള്ള കടകളും ധാരാളമുണ്ട്. ഇവിടെ മാർക്കറ്റിനോട് ചേർന്ന് പാമ്പുകളെ വെച്ചിട്ടുണ്ട്. ഇവയെ കയ്യിലോ തോളിലോ വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാം. പ്രധാന ഏരിയ ആയതിനാൽ തന്നെ ഇവിടെ കച്ചവടക്കാർ ഏറെയുണ്ട്. തുടക്കത്തിൽ കനാലിൻ്റെ ഉൾവഴികളിലൂടെ സഞ്ചരിച്ച് ഷോപ്പിങ്ങിനായും വിവിധ ഭക്ഷ്യവിഭവങ്ങൾ രുചിക്കാനുമായി സഞ്ചാരികളൊക്കെ ഇങ്ങോട്ടാണ് എത്തുന്നത്. അങ്ങനെ കുറച്ചു നേരം ബോട്ടിൽ സഞ്ചരിച്ച ശേഷം ഇവിടെ ഒരു ടെമ്പിളിൻ്റെ അടുത്തെത്തി. ഇനി ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണണം. മനോഹരമായ ഒരു ബുദ്ധക്ഷേത്രമാണിത്. പടികൾ കയറി മുകളിലെത്തിയാൽ ഒരു ബുദ്ധ വിഗ്രഹം കാണാം. ഇവിടുത്തെ തൂണുകളൊക്കെ പ്രത്യേക രീതിയിൽ അലങ്കരിച്ചാണ് ഒരുക്കിയിരിക്കുന്നത്. ബുദ്ധമതത്തോട് ബന്ധപ്പെട്ട വേറെയും ശില്പങ്ങൾ ഇവിടെ കാണാം. അവയ്ക്ക് താഴെയിരിക്കുന്ന കറുത്ത പാത്രങ്ങൾ ആളുകൾക്ക് കാണിക്കയിടുന്നതിനുള്ളതാണ്. അല്പസമയം ക്ഷേത്രത്തിനകത്തെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നു. അങ്ങനെ ടെമ്പിൾ കണ്ടിറങ്ങി ഇനി നേരെ വീണ്ടും ബോട്ടിലോട്ട് കയറുക. അങ്ങനെ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി വീണ്ടും ബോട്ടിൽ കയറി വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ബോട്ട് നല്ല വേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിലെല്ലാം നിറയെ വീടുകളെല്ലാം കാണാം. എനിക്ക് പുറകിൽ കാണുന്ന ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ്. ഇവിടുത്തെ ഭൂരിഭാഗം വീടുകളും തടി കൊണ്ട് നിർമ്മിച്ചതാണ്. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ബോട്ട് കരയോടടുപ്പിച്ചു. അങ്ങനെ ബോട്ട് വേറൊരു സ്ഥലത്ത് നിർത്തി. ഇനി നമ്മളിവിടെ ഒരു ആനപ്പുറത്ത് കയറാനുള്ള ഒരു പരിപാടിയിലാണ്. ഇവിടെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു വുഡൻ പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതിൽ നിന്ന് വേണം ആനപ്പുറത്തേക്ക് കയറാൻ. ആനയുടെ പുറത്ത് നമുക്കിരിക്കാൻ പാകത്തിന് ഒരു സീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനും ആനപ്പുറത്ത് കയറി. അങ്ങനെ നമ്മൾ ആനപ്പുറത്ത് കയറിയുള്ള റൈഡ് തുടങ്ങി. ആടിയൊലിഞ്ഞ് നാട്ടുവഴികളിലൂടെയാണ് യാത്ര. രസകരമാണ് ആനപ്പുറത്തിരുന്ന് തെങ്ങിൻ തോപ്പൊക്കെ കണ്ട് ഇങ്ങനെ പോകാൻ. കുറച്ച് ദൂരം നിന്ന് കഴിയുമ്പോൾ ആന വെള്ളത്തിലിറങ്ങും. വെള്ളത്തിൽ നിന്നും കയറി വീണ്ടും ഒരു തെങ്ങിൻ തോട്ടത്തിന് അരികിലൂടെയായി യാത്ര.
അങ്ങനെ ആന സവാരി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങണം. ഇതാണ് ഇവിടെ സവാരി നടത്തുന്ന ആനകൾക്കായുള്ള ഷെൽട്ടർ. ആനകളെല്ലാം ഒരുമിച്ച് വന്നുകൊണ്ട് ഇതിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങാൻ വേണ്ടി ചെറിയൊരു ക്യൂ ഉണ്ട്. അത്രയും നേരം ആനപ്പുറത്ത് തന്നെ ഇങ്ങനെ ആടി ഇരിക്കാം. ആനപ്പുറത്തുനിന്ന് ഇറങ്ങി ഇനി നമ്മുടെ ബോട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് പോവാം. ഇനി ഇവിടെ നിന്നും ബോട്ടിൽ കയറി വേണം ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കാൻ. അങ്ങനെ ആനപ്പുറത്തുനിന്ന് ഇറങ്ങി വീണ്ടും ബോട്ടിൽ വന്ന് കയറി വീണ്ടും ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കൂടെ പോവാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.